അങ്കമാലി വൈസ് മെൻസ് ക്ലബ് അമല പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിലെ അന്തേവാസികൾ ഒരുമിച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വൈസ് മെൻ ഇന്റർനാഷണൽ അങ്കമാലി ക്ലബ്ബ് ഐക്കാട്ടുകടവിലുള്ള അമല പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് NV പോളച്ചൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ ഷോയി വർഗീസ്, ജോബി അരീക്കൽ, സി ജോസഫ്, സൂമി പോളച്ചൻ, മരിയ എലിസബത്ത് മാർട്ടിൻ, അമല ഭവൻ ഭാരവാഹികളായ ഡാൻഡി ജോസ്, ജോർജ് പടയാട്ടി, PO ആന്റോ, KO ജോസ് എന്നിവർ പ്രസംഗിച്ചു. പാലിയേറ്റീവ് സെന്ററിലേക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ സംഭാവനയായി നൽകി. ക്ലബ് അംഗങ്ങൾ അവിടുത്തെ രോഗികളും അന്തേവാസികൾക്കുമൊപ്പം ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് പിരിഞ്ഞത്. ഇപ്പോഴും സ്വാതന്ത്ര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ അമല ഫെലോഷിപ്പ്. നമുക്കറിയാം, നമുക്കൊരു രോഗം വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ സ്വാതന്ത്ര്യം ഇല്ലാതെ, നമ്മൾ ആർക്കെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. വേറെ ആളുടെ അവരുടെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആളുകളാണ് ഈ അമല ഫെലോഷിപ്പിൽ ഇന്ന് ഇവിടെയുള്ള അന്തേവാസികളും അതുപോലെ തന്നെ രോഗികളും. അതുകൊണ്ട് തന്നെയാണ് വൈസ്മെൻ ഇങ്ങനെയൊരു സംരംഭത്തിന് മുന്നോട്ട് വന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈസ്മെൻ പ്രസ്ഥാനം എന്നും ഒപ്പം തന്നെ അവകാശങ്ങളോടൊപ്പം തന്നെ കടമകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് വൈസ്മെൻ പ്രസ്ഥാനം എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മളെപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. എന്നാൽ നമ്മുടെ കടമകൾ കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വലിയ സംശയമുണ്ട്. ആ കടമകൾ കൂടി നിറവേറ്റാൻ വൈസ്മെൻ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ തയ്യാറായതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഈ അമല പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ നടക്കുന്ന പരിപാടികൾ. ഈ അമല ഫെലോഷിപ്പിനെ കുറിച്ച് ഞാനൊരു അംഗമാണ്. നമ്മുടെ അംഗങ്ങളായ ഡാൻഡി അടക്കമുള്ള ഒരുപാട് പേര് നമ്മുടെ ഇതിൽ അംഗങ്ങളാണ്. പലരും തന്നെ ഇതിൽ അംഗങ്ങളായവർ പോലും ഈ ഒരു ഇത്രയും വലിയ ഒരു നല്ല പ്രസ്ഥാനം കണ്ടിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇന്നിപ്പോൾ നമ്മൾ വളരെ ചുരുക്ക സാധനങ്ങളാണ്, ഇവർക്കുള്ള ഒരു പലചരക്ക് സാധനങ്ങളും അതുപോലെ തന്നെ ഇവരോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ, ഇപ്പം നേരത്തെ ഷോയി ഇവിടെ സൂചിപ്പിച്ച പോലെ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, നമ്മുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന എന്തുകൊണ്ടൊരു നല്ല ദിവസമാണ്. നമ്മുടെ തീരുമാനം എന്തായാലും വളരെ ആപ്റ്റായി എന്ന് എനിക്ക് തോന്നുന്നു. ഒരു നല്ലൊരു ദിവസം ഇതേപോലെ ഒരു ചാരിറ്റി അമല പോലെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ കൂടുവാനും ഇവിടെയുള്ള രോഗികളെ സന്ദർശിക്കാനും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാനും നമുക്കൊരു ഭാഗ്യം നമുക്കുണ്ടായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വെഡിങ് ആനിവേഴ്സറി അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പാലിയേറ്റീവ് ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു വൃദ്ധസദനം അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളൊന്ന് കാണുന്നത് എന്തുകൊണ്ട് ഉത്തമമായിരിക്കും. ഈ ഒരു മാതൃക നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ ക്ലബ്ബുകളിലേക്കും അത് അനുകരിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾക്ക് ഞാൻ ബോർഡ് പ്രസിഡന്റിനോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനെ ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവരോടൊപ്പം ഇവിടുത്തെ അന്തേവാസികളോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അത്യാവശ്യം പലചരക്ക് സാധനങ്ങൾ ഏകദേശം ഒരു മാസത്തോളം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള പലചരക്ക് സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ അതിന് നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേർന്നു. കാരണം നല്ല മനസ്സ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. നമ്മുടെ കുടുംബത്തായാലും നല്ല മനസ്സ് വേണം എല്ലാത്തിനും. നമ്മുടെ ഉള്ളിലൊരു വേറൊരു മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകില്ല. മനസ്സിലായോ? പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾ പലരും പ്രസംഗത്തിലൊക്കെ കേൾക്കുന്നത് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കുക. അസൂയ ഒരിക്കലും ഉണ്ടാവരുത്. ആ സന്തോഷിക്കുന്ന ദൈവം കൂടി